കേരളത്തിൻ്റെ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമെന്ന് അത് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പറയുന്നത്. പരസ്യമായി പറഞ്ഞ കാര്യം പിന്നീട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം സാന്നിധ്യം അറിയിച്ചത്രേ. എന്താണ് സാന്നിധ്യം? എവിടെയാണ് ഗവർണറെ ശ്ലാഘിക്കുന്ന നടപടിയിലേക്ക് തിരുവഞ്ചൂർ പോയത്? എങ്ങോട്ടേക്കാണ് തിരുവഞ്ചൂരിൻ്റെ രാഷ്ട്രീയ സന്ദേശം ഉരുത്തിരിയുന്നത്? കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വിരുദ്ധമായ അഭിപ്രായം ഗവർണറുടെ കാര്യത്തിൽ, കേരള ഗവർണറുടെ കാര്യത്തിൽ തിരുവഞ്ചൂർ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന് എങ്ങനെ ഉണ്ടായി? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദിശയാണോ തിരുവഞ്ചൂർ അറിയിച്ചത്? ഇത്യാദി ചോദ്യങ്ങളാണ് ഇവിടെ ഉയരുന്നത്. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാൻ എം ജയചന്ദ്രൻ അതിഥിയായുണ്ട്. ഒപ്പം രാജേന്ദ്രൻ പന്തളം, ജേക്കബ് ജോർജ്, പിന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളെയൊക്കെ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ എം ജയചന്ദ്രനിലേക്ക്. ശ്രീ എം ജയചന്ദ്രൻ, എങ്ങനെയാണ് തിരുവഞ്ചൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ ആഭ്യന്തരമന്ത്രിക്ക് ഗവർണറെ ശ്ലാഘിച്ചുകൊണ്ട്, ഗവർണറെ പുകഴ്ത്തിക്കൊണ്ട്, അതും കേരള ഗവർണറെ ആരിഫ് മുഹമ്മദ് ഖാനെ പുകഴ്ത്തിക്കൊണ്ട് പറയാനാകുന്നത്? ഇകഴ്ത്തിക്കൊണ്ട് അവരിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അജിംഷാദെ. അത് ശരിയാണ്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നാണ് 5 വർഷം പൂർത്തിയാക്കിയത് ആ പദവിയിൽ കേരളത്തിൽ വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഗവർണറുടെ ഏതെങ്കിലും നിലപാടുകൾ, അദ്ദേഹം സ്വീകരിക്കുന്ന നടപടികൾ തെറ്റാണ് എന്ന് ഈ പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കാലത്ത്? എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പുട്ടിന് പീര പോലെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയും, ഗവർണറുടെ എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, പിന്തുണയ്ക്കുന്നില്ല. സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയായ ഏറ്റുമുട്ടൽ തുടങ്ങും, എന്നിട്ട് അത് തുടരും. ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് അത് അവർ തമ്മിൽ വെടി നിർത്തും. ഇത് ഞങ്ങൾക്കറിയാം. ഇതാണോ വസ്തുത? പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 5 വർഷമായി പല കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഈ പല്ലവി, ഇതാണോ ഗവർണർ കേരളത്തോട് കാണിച്ചത്? അതാണ്. അങ്ങനെയാ കാണിച്ചത് ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി എങ്ങനെയാണ് ഗവർണർക്കെതിരെ കേരളം കൊടുത്ത കേസുകൾ സ്വീകരിച്ചത്? അവർ ഫയൽ രജിസ്റ്റർ ചെയ്ത് സ്വീകരിക്കണമെങ്കിൽ പോലും പ്രാഥമികമായി ഉന്നയിക്കുന്ന വിഷയത്തിൽ, സംസ്ഥാനമാണ് ഉന്നയിച്ചിരിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ പ്രഥമ ദൃഷ്ടിയ ഒരു പ്രശ്നമുണ്ട്, കേസുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയുകൊണ്ടാണല്ലോ ആ കേസ് തന്നെ സ്വീകരിച്ചത്. എന്നിട്ടാണ് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണത്രേ ഗവൺമെന്റും മുഖ്യമന്ത്രിയും തമ്മിൽ, ഗവൺമെന്റും ഭരണപക്ഷവും തമ്മിൽ, ഗവർണറും ഭരണപക്ഷവും തമ്മിൽ, ഗവൺമെന്റിന് വേണ്ടി ഗവർണർ ഒത്തുകളിക്കുകയാണ്. അതല്ലല്ലോ നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനമായ പ്രശ്നം വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ നിലവിട്ട് പെരുമാറിയതാണ്. അതിനെതിരെ നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തിന്റെ ഈ താല്പര്യം പരിപൂർണമായിട്ടും ഭരണപക്ഷത്തിന് അനുകൂലമായി വന്നതുകൊണ്ടാണെന്ന് ആരും വിശ്വസിക്കില്ലല്ലോ. അത്തരം ഭരണപക്ഷം ഉന്നയിച്ച കാര്യങ്ങളിൽ നിയമസഭയിൽ കൊണ്ടുവന്ന ചർച്ചയിൽ അതല്ലാതെ മറ്റേതെങ്കിലും നിലപാടെടുക്കാനായിട്ട് പഴുതില്ലാത്ത വിധം സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമായിരുന്നു. അത് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തില് ഒക്കെ എത്രയോ പ്രാവശ്യം കണ്ട്. അങ്ങനെയാണ് നിരന്തരം വിദ്യാഭ്യാസ മേഖലയിൽ ചാൻസലർ എന്ന നിലയിൽ അല്ല അദ്ദേഹം ഇടപെടുന്നത്. ഗവർണർ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ചാൻസലർ എന്ന പദവിയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നിയമസഭയ്ക്ക് അതിനെതിരെ അദ്ദേഹത്തിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റാൻ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നത്. എന്നിട്ടും പ്രതിപക്ഷം എതിർത്തല്ലോ അതിനെ. നിയമസഭയ്ക്ക് അകത്തും പുറത്തും എതിർക്കുന്ന സ്ഥിതി ഉണ്ടായി. ആ നിലയാണ് സ്വീകരിച്ചത്. അപ്പൊ അവരുടെ എന്താണ് മോട്ടീവ്? ഗവർണറുടെ കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ മോട്ടീവ് എന്താണ്? രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. കേരളത്തിന്റെ അടിസ്ഥാന താല്പര്യങ്ങളെക്കാൾ ഉപരി, കേരളത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യങ്ങളെക്കാൾ ഉപരി പൊളിറ്റിക്കൽ മോട്ടീവാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഉടനീളം പ്രകടിപ്പിച്ച രാഷ്ട്രീയ നിലപാട്. ആ നിലപാടിന്റെ ഒന്നാന്തരം മികച്ച ഉദാഹരണമാണ് തിരുവഞ്ചൂർ പുറത്തെടുത്തത്. ഗവർണർ ഇനിയും 5 വർഷം തുടരണം. അപ്പോൾ അവർക്ക് അട്ടഹസിക്കാനും ഘോഷിക്കാനും വീണ്ടും ഗവർണർ ആവോളം അവസരങ്ങൾ തുറന്നു കൊടുക്കും. തങ്ങൾക്ക് ഗവർണറുടെ മറവിൽ കേരളത്തിൽ വീണ്ടും ഗവൺമെന്റിനെതിരെ, സർക്കാരിനെതിരെ നിരന്തരം പ്രക്ഷോഭങ്ങളുമായി രംഗത്തിറങ്ങാനുള്ള കോപ്പ് കൂട്ടി കൊടുക്കും ഗവർണർ. അതിന് ഗവർണറെ എന്ത് ചെയ്യണം? താലോലിക്കണം, പരിപോഷിപ്പിക്കണം. അതാണ് ഭംഗിയായി സൂര്യകാന്തി മനയിലെ ഇന്നലത്തെ
ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചത്. സൂര്യകാലടി മനയിലെ ഇതുകൊണ്ടാണ് ചടങ്ങിൽ ചെയ്തത്. മാത്രമല്ല, ആ ചടങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇന്നത്തെ ദിവസം അദ്ദേഹത്തെ കണ്ടു ചോദിക്കുമ്പോഴും ആ നിലപാട് ആവർത്തിക്കുകയാണ്. അപ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങായി ആ ഘട്ടത്തിൽ രൂപപ്പെട്ടതെന്ന് പറയാനാകില്ല. പ്രത്യേകിച്ച് തിരുവഞ്ചൂർ ഒരു സ്ലിപ്പ് ഓഫ് ടങ് പലതവണ കേരളത്തിൽ നടത്തിയിട്ടുള്ള ആൾ എന്ന നിലയിൽ അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയാണ് എന്ന് വിചാരിക്കാമായിരുന്നു. അതുമല്ല, ആവർത്തിക്കുകയാണ്. അപ്പോൾ ഉള്ളിലുറച്ച നിലപാടാണ് പ്രതിഫലിച്ചത്. ശ്രീ ജയചന്ദ്രൻ. അതെ 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 തിരുവഞ്ചൂരിന്റെ സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നത് വേറെ കേവലമായ നാക്കുപിഴയിൽ ആസൂത്രിതമായ നാക്കുപിഴകളാണ് എപ്പോഴും വരാറുള്ളത്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നതുമാണല്ലോ. അത് ഇവിടെ ആ പ്രശ്നമൊന്നുമില്ല. പുള്ളിക്ക് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇന്ന് താൻ ആ നിലപാട് തന്നെയാണ് തുടരുന്നതെന്ന് പറയുമ്പോൾ ആരാണ്? കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവെന്നുള്ളത് മാത്രമല്ല, അച്ചടക്ക സമിതിയുടെ കൺവീനർ എന്ന ആ പദവി കൂടെ വഹിക്കുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ അച്ചടക്ക സമിതിയുടെ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തലവനായിരിക്കുന്ന ഒരാള് ആ പാർട്ടിക്ക് ഇല്ലാത്തൊരു നിലപാട് ഉണ്ടെന്ന് പരസ്യമായി പറയുകയാണ്. എന്നിട്ട് അത് വീണ്ടും ആവർത്തിക്കുകയും കൂടെ അടുത്ത ദിവസം. അത്തരമൊരു നിലപാടാണ് ഇന്ന് സ്വീകരിക്കുന്നത്. അപ്പൊ എന്ത് രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ നേതൃത്വവും ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ തലവൻ എന്നുള്ളതിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതിയും എങ്ങനെയാണെന്നുള്ളത് ഇനി പ്രത്യേകിച്ച് വ്യക്തമാകേണ്ടാത്ത വിധം നിലപാട് പറഞ്ഞു കഴിയുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. പ്രശ്നം വരുന്നത് കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലുള്ള അടിസ്ഥാനപരമായ സമീപനം. അത് സർക്കാർ വിരുദ്ധമാണ്, ഗവർണർക്ക് അനുകൂലവുമാണ്. ഗവർണർക്ക് അനുകൂലം എന്ന് പറയുമ്പോൾ ഗവർണറുടേതായ ഒരു സമീപനമല്ലല്ലോ. അതാണ് ഈ ഗവർണർക്ക് അനുകൂലം എന്ന് പറയുമ്പോൾ ഇവിടെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കെതിരെ ചലിക്കുന്ന കേന്ദ്രത്തോടൊപ്പം നിൽക്കുന്നു, BJP പക്ഷപാതിത്വം. അതായത് ഒരു വോട്ടിൻ്റെ പോലും പിന്തുണയില്ലാതെ സംഘ് പരിവാർ അനുകൂലികളെ BJP നേതാക്കന്മാരെയൊക്കെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നുഴഞ്ഞു കയറ്റാൻ തൻ്റെ പദവി ഉപയോഗിക്കുന്നു. അങ്ങനെ ഭരണഘടനാ പദവി വിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെയാണ് ഗവർണർ ഇന്ന ആളുടെ മകൻ ആരിഫ് മുഹമ്മദ് ഖാനെ അല്ല പിന്തുണയ്ക്കുന്നത്. കേരള ഗവർണറെയാണ്, BJPയുടെ നിശ്ചയങ്ങളെയാണ് അനുകൂലിക്കുന്നത്. അങ്ങനെ ഒരു വശമുണ്ട്. ഞാൻ രാജേന്ദ്രൻ പന്തളത്തിലേക്കൊന്ന് പോവുകയാണ്. രാജേന്ദ്രൻ പന്തളം, ഇവിടെ ഗവർണറെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ അർത്ഥം, ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ്. ആ രാഷ്ട്രീയം സംഘപരിവാറും കേന്ദ്രവും ആവർത്തിക്കുന്നതും നടപ്പാക്കുന്നതും സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് എതിരായി വരുന്നതുമാണ്. CPIM-ഉം ഇടതുപക്ഷവും സർക്കാരും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ കേരളത്തിൻ്റെ പൊതു താല്പര്യം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധമായൊരു ചേരിയാണ് പൊതുവിൽ കേരളത്തിൽ. അത് കോൺഗ്രസിൻ്റെ UDF-ൻ്റേതായാലും LDF-ൻ്റേതായാലും ഒക്കെ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് UDF-ലെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് മുൻ ആഭ്യന്തരമന്ത്രി ഗവർണറെ പരസ്യമായി പിന്തുണയ്ക്കുന്നത്? ഈ 5 വർഷം അദ്ദേഹം സാന്നിധ്യം അറിയിച്ചത്രേ. എന്താണ് ആ സാന്നിധ്യം? ശ്രീ രാജേന്ദ്രൻ പന്തളം. ഞാൻ കാണുന്നത് ഇതിൽ രാഷ്ട്രീയവുമില്ല, വർഗീയതയുമില്ല. ഇതിലുള്ളത് ആത്മീയത മാത്രമാണ്. ഗവർണറെ പോലുള്ള അന്യമതസ്ഥനായിട്ടുള്ള ഒരാള് ഈ സൂര്യകാലടി മനയിൽ വരികയും അവിടുത്തെ ആ ആത്മീയ ചൈതന്യത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തത് ഒരു വിശാല മനസ്സിന്റെ ലക്ഷണമാണ്. എല്ലാവരിലും അത്ര ഒരു വിശാല മനസ്കതയാണ് വേണ്ടത്. പിന്നെ ആ സന്ദർഭത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു എന്ന് പറയുന്നത്, അദ്ദേഹം KPCC-യുടെ പ്രസിഡന്റ് അല്ല, പ്രതിപക്ഷ നേതാവല്ല, കേവലം ഒരു MLA മാത്രമാണ്. കോൺഗ്രസിന്റെ അഭിപ്രായം ഇതല്ല. VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, CPM എതിർക്കുന്നതിനേക്കാൾ അതിശക്തമായിട്ട് ഗവർണറെ എതിർത്തുകൊണ്ടിരിക്കുന്ന ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എവിടെയാണ് പറഞ്ഞത്? UDF-ഉം കോൺഗ്രസും VD സതീശനും എവിടെയാണ് പറഞ്ഞത്? ജയചന്ദ്രൻ സാർ അങ്ങനെ ചോദിച്ചു, എവിടെയാണ് പറഞ്ഞത്? പറഞ്ഞു. VD സതീശൻ പല കാര്യങ്ങളിലും LDF-ന്റെ അതേ നിലപാട് തന്നെയാണ് പിന്തുടരുന്നത്. ഗവർണർക്കെതിരെയുള്ള പ്രമേയം പാസാക്കുന്നതിൽ അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരുമിച്ച് നിന്നവരല്ലേ. നിയമനിർമ്മാണ സഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതിരിക്കുന്ന കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ UDF-ന്റെ VD സതീശന്റെ നിലപാട്? ശ്രീ രാജേന്ദ്രൻ പന്തളം. എപ്പോഴും CPM-നെ പിന്തുണച്ചു. ഗവർണർക്കെതിരായിട്ടുള്ള CPM-ന്റെ കാര്യം വിടൂ, CPM-ഉം ഇടതുപക്ഷവും വിടൂ. UDF-ഉം പറയുന്നത്, അവർ പരസ്യമായെങ്കിലും പറയുന്നത് വടകര ബേപ്പൂർ മോഡലും കോലീബി സഖ്യവും ഒക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ UDF പരസ്യമായി പറയുന്നത്, കോൺഗ്രസ് പരസ്യമായി പറയുന്നത് എന്താണ്? കോൺഗ്രസ് പരസ്യമായി പറയുന്നത് അവർ സംഘപരിവാർ വിരുദ്ധമാണെന്നാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണല്ലോ, അവരുടെ ദേശീയ നേതൃത്വമുണ്ടല്ലോ. അവരെന്ത് നിലപാടാണ് ഗവർണർമാരെ ഉപയോഗിച്ച്, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന
തിന്മകളെ സംബന്ധിച്ച് എന്താണ് ദേശീയ നേതൃത്വം? ഈ നിലപാടുകൾക്കൊക്കെ വിരുദ്ധമല്ലേ തിരുവഞ്ചൂരിൻ്റേത്? അതെന്താണ് താങ്കൾ അഡ്രസ് ചെയ്യാത്തത്? ഗവർണർമാരെ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെന്റുകളെ തകർത്തിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ, അത് ആ കാലഘട്ടങ്ങളിൽ എതിർത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഇപ്പോഴത്തെ പോയ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 9 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പിരിച്ചുവിട്ടു, ഭരണം പിരിച്ചുവിട്ടു, പ്രസിഡന്റ് ഭരണത്തിലാക്കി. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒറ്റ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിട്ടില്ല. കേരളത്തിൽ ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള അത് ബി ജെ പിയുടെ വിശാലതയല്ല, ഇന്ത്യയിലെ ആധുനിക ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. അതവിടെ നിൽക്കട്ടെ, അത് ആധുനിക ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ മോഡി സർക്കാരിന് അങ്ങനെ പിരിച്ചുവിടാനുള്ള ശേഷിയും ഇല്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ അജിംഷാദെ, നമ്മൾ അത്തരം ഒരു രാഷ്ട്രീയ മാനത്തിലേക്ക് പോകണ്ടെന്നാണ്. രാഷ്ട്രീയ മാനത്തിലേക്ക് പോകണം. കാരണം താങ്കൾ സൂചിപ്പിച്ചതിൽ ഫാക്ച്വൽ എറർ ഉണ്ട്. കാരണം ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്താണ്, ഒരു വിഘ്നേശ്വരനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൂര്യകാലടി മനയിലെ ഒരു ആത്മീയ വേദിയിൽ സ്വാഭാവികമായി പറഞ്ഞ കാര്യമാണെന്ന്. ശരി, ആത്മീയതയെയോ അദ്ദേഹത്തിന്റെ ആത്മീയ നിലപാട് ശ്രീ രാജേന്ദ്രൻ പന്തളം അദ്ദേഹത്തിന്റെ ആത്മീയ നിലപാടുകളെയോ വിഘ്നേശ്വരനെ സംബന്ധിച്ചുള്ള ഭക്തിയെക്കുറിച്ചോ ഒന്നുമല്ലല്ലോ വിഷയം. അതൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ കാര്യമാണ്. അത് അദ്ദേഹം പറഞ്ഞോട്ടെ, പറയാതിരിക്കട്ടെ, അതൊരു വിഷയമേ അല്ല. അതിലേക്ക് ഇത് കൂട്ടിക്കലർത്തണ്ട. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം 5 വർഷം കൂടി തുടരണം, ഇനിയും തുടരണം. അദ്ദേഹത്തിൻ്റെ 5 വർഷം സാന്നിധ്യം അറിയിച്ചതാണ്. കൂടെ മേമ്പൊടിക്ക് നേരത്തെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും യോജിപ്പില്ല എങ്കിൽ പോലും അദ്ദേഹം സാന്നിധ്യം അറിയിച്ച ഗവർണറാണ്. അദ്ദേഹത്തെ ശ്ലാഘിക്കുന്ന നിലപാട് എങ്ങനെയാണ് എടുക്കുന്നത്? ഇനി സൂര്യകാലടി മന വിട്ടു, പുറത്തേക്കെത്തി, മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്തെങ്കിലും തിരുത്തുണ്ടോ? അത് ആ സാഹചര്യത്തിൽ പറഞ്ഞതാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ വീണ്ടും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ആ വാക്കുകൾ വേണമെങ്കിൽ തിരുവഞ്ചൂരിനെ നമുക്ക് കേൾക്കാം. ശ്രീ രാജേന്ദ്രൻ പന്തളം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത്, കാലടി മനയിൽ വന്നു പോയവർക്ക് ഒന്നും തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ഗവർണർക്ക് ഒട്ടും തടസ്സങ്ങൾ ഉണ്ടാകാതെ അടുത്ത ഒരു ടേം കൂടി ഭരിക്കാൻ ഇടയാവട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. മാധ്യമപ്രവർത്തകർക്ക് നേരെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ച കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അറ്റൻഷൻ PCR തീർച്ചയായും ആ വാക്കുകൾ ഉടനെ നമുക്ക് കേൾപ്പിക്കാം. അത് കൈരളി ന്യൂസ് രാവിലെ മുതൽ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ശ്രീ ജയചന്ദ്രൻ, അതായത് ഒരു പ്രത്യേക ആത്മീയ സദസ്സിലെ പ്രതികരണം മാത്രമാണോ തിരുവഞ്ചൂരിൻ്റേത്? അങ്ങനെയാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം പറയുന്നത്. കേൾക്കാമോ? കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം ശ്രീ ജയചന്ദ്രൻ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നമുക്ക് അദ്ദേഹത്തിലേക്ക് ശ്രീ ജയചന്ദ്രനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടുകളാണ്. നോക്കൂ, ഇവിടെ BJPയുമായുള്ള അനുകൂല ഭാവങ്ങൾ കോൺഗ്രസ് തുടങ്ങിയത് പല ഘട്ടങ്ങളിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗവർണറുടെ കാര്യത്തിലടക്കം അത് ആവർത്തിക്കുന്നൊരു വേള ഇന്ന് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടുന്ന പശ്ചാത്തലത്തിലാകണം. അതെന്താണ്? കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? KC വേണുഗോപാൽ അടക്കമുള്ളവർ പറയുന്നത് എന്താണ്? അതായത് BJP ഇതരമായ സംസ്ഥാനങ്ങളെ ഗവർണറെ ഉപയോഗിച്ച് സ്തംഭിപ്പിക്കുന്നു, പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. കേരളത്തെയും ആ ഗണത്തിൽ തന്നെയാണ് അവർ പെടുത്തുന്നത് ദേശീയ നേതൃത്വം. ആ താല്പര്യത്തിന് വിരുദ്ധമായി എങ്ങനെയാണ് തിരുവഞ്ചൂരിന് പ്രവർത്തിക്കാനാകുന്നത്? താങ്കളുടെ നിരീക്ഷണം എന്താണ് ആ കാര്യത്തിൽ? സ്പെസിഫിക് ആവൂ. എന്നോടാണോ? അതെ, ശ്രീ രാജേന്ദ്രൻ. ചോദ്യം എന്നോടാണോ? അതെ. അതായത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടെന്ന് പറയുന്നത്, രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ BJPക്ക് ഏറ്റവും എതിരാളിയായിട്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയാണ്. BJPക്ക് ഏറ്റവും എതിരായിട്ടുള്ള മുഖ്യ ദേശീയ പ്രതിപക്ഷത്തിന്റെ ഭാഗമാണ് കോൺഗ്രസ്. ആ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസും പുലർത്തുന്നത്. KC വേണുഗോപാലും VD സതീശനും K സുധാകരനും പുലർത്തുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഗവർണറെ അവരെ അനുകൂലിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ കണ്ട ഈ ആത്മീയ സദസ്സിൽ തിരുവഞ്ചൂർ പറഞ്ഞതല്ല.
അദ്ദേഹത്തിന്റെ മണ്ഡലമായ കോട്ടയത്ത് അദ്ദേഹം പറഞ്ഞതല്ല എന്തെങ്കിലും നിലപാട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇവിടെ ആര് പറഞ്ഞു വളരെയധികം ഉണ്ടായിട്ടില്ലെന്ന്? താങ്കൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം മാത്രമാണ്. ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് ഒരു തിരുവഞ്ചൂർ. സന്ദർഭം ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് സന്ദർഭം ഞാൻ പറഞ്ഞതാണ്. ബില്ലുകൾ അടക്കം വരുന്ന വിഷയം, ഗവർണറും സർക്കാരും തമ്മിൽ കൊമ്പ് കോർക്കുന്ന വിഷയം, അത് കേവലം ഇടത് രാഷ്ട്രീയവും സംഘപരിവാറും എന്ന അർത്ഥത്തിലല്ല. കേരളത്തിൻ്റെ പൊതു താല്പര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖല തന്നെ എടുക്കാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പദവിയും ഇല്ലാത്ത ABVPക്കോ അല്ലെങ്കിൽ BJP പ്രതിനിധികൾക്കോ തിരഞ്ഞെടുപ്പുകളിലൂടെ എത്താനാകാത്ത സ്പേസുകളിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്യുകയാണ്. അത് വലിയ വിവാദമായിട്ടുണ്ട്. എന്താണ്, നിയമനിർമ്മാണ സഭ പൊതുവിൽ പാസ്സാക്കുന്ന ഒരു ബില്ലുകൾ, ആ ബില്ലുകൾ എന്താണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പിടിച്ചു വെക്കുന്നു. അത് സുപ്രീം കോടതിയിൽ ഇരിക്കുകയാണ് ആ കേസ്. ഇങ്ങനെ എത്രയോ നിലപാടുകൾ. ഈ നിലപാടുകൾക്ക് എങ്ങാണം ഇന്ന് നിലപാട് കോൺഗ്രസ് അതിനെ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല. ഇല്ല, അനുകൂലിച്ചിട്ടുണ്ട്. ശ്രീ ഈ ഘട്ടത്തിൽ ഞാൻ തിരിച്ചതാ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KJ ജേക്കബ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ KJ ജേക്കബ്, അതായത് തിരുവഞ്ചൂർ ഒരു ആത്മീയ സദസ്സിൽ വെച്ചാണ് പറയുന്നത് ഗവർണറെ പുകഴ്ത്തുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മീയ നിലപാടുകൾക്കല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കാണ്. കാരണം 5 വർഷം സാന്നിധ്യം അറിയിച്ച ആളാണത്രേ. ഇനിയും അദ്ദേഹം തന്നെ തുടരണമെന്ന ആഗ്രഹം പറയുന്നു. പിന്നീട് അതിനുശേഷം ഏതെങ്കിലും സ്ലിപ്പ് ഓഫ് ടങ്ങാണ് എന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തകർ പിന്നീട് അദ്ദേഹത്തോട് പിറ്റേന്ന് ഇന്ന് ചോദിക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം പറയുന്നത് അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. തിരുവഞ്ചൂരിൻ്റെ കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഗവർണറെ ശ്ലാഘിക്കുന്നത് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? KJ ജേക്കബ്, അതിന് രാഷ്ട്രീയമില്ലേ? അങ്ങനെ തന്നെ ഉള്ളൂ. കോൺഗ്രസുകാർക്ക് പോലും അറിയാം എന്താണ് ഗവർണർ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എവിടെ നിന്നാണ് ഈ വെളിപാട് കിട്ടുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചിരി നാട്ടുകാരെ കുഞ്ഞുങ്ങളെ കാണിക്കരുത് എന്ന്. കാരണം അത്രയധികം കാപട്യത്തിന് കൈയും കാലും വെച്ച രാഷ്ട്രീയ നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇയാൾക്ക് എന്താണ് ഇത്ര പെട്ടെന്ന് നോക്കൂ, ഈ ഗവർണർക്കെതിരെ കേരള സർക്കാർ സുപ്രീം കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത്? കേരള നിയമസഭ പാസ്സാക്കിയ ബില്ലിന്റെ പുറത്ത് ഒപ്പിടാൻ പറഞ്ഞിട്ടാണ് കേസ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. ഇയാൾ കൂടിയുള്ള ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൂടിയുള്ള നിയമസഭ പാസ്സാക്കിയ ബില്ലുകൾ, അതിന്റെ പുറത്താണ് ഈ ഗവർണർ ഇരിക്കുന്നത്. അതിന്റെ പുറത്ത് ഏതൊക്കെ ബില്ലിൽ സൈൻ ചെയ്യണം, ഏതൊക്കെ ബില്ലിൽ സൈൻ ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു അവകാശവും ഗവർണർക്കില്ല എന്ന് പല പ്രാവശ്യം സുപ്രീം കോടതി പറഞ്ഞു. അത്തരം നിയമസഭയുടെ തീരുമാനത്തിന്റെ പുറത്ത് തെരഞ്ഞെടുക്കപ്പെടുകയോ നിയമിക്കപ്പെടുകയോ ചെയ്യാത്ത, അതായത് ഒരു തരത്തിലുള്ള സെലക്ഷനോ ഇലക്ഷനോ ഇല്ലാത്ത ഗവർണർ പദവിയിലിരിക്കുന്ന കേരളത്തിന് വെറും ഭാരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഗവർണർ എന്ന് പറയുന്നത്. അയാളെ പിന്തുണയ്ക്കില്ല. അയാളെ പോലെ തന്നെ യൂസ്ലെസ് ആയിട്ടുള്ള മറ്റു പൊളിറ്റീഷ്യന്മാർക്ക് മാത്രമേ കേരളത്തിലെ ഗവർണറെ പിന്തുണയ്ക്കാൻ വേണ്ടി പറ്റൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് ഗ്രൂപ്പിലുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിച്ചാൽ മതി. എനിക്കിതൊരു മനസ്സിലാവാത്ത കാര്യമാണ്. നിങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റിൽ ഒരു സെനറ്റിലോ സിൻഡിക്കേറ്റിലോ വരാൻ ABVPക്ക് പറ്റില്ല. പക്ഷെ കേരളത്തിലെ സർവകലാശാലകളിലും സെനറ്റിലും സിൻഡിക്കേറ്റിലും ഈ RSSന്റെ BJPന്റെ ആൾക്കാരെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ കേരളത്തിലെ ഗവർണർ. അയാളെ മാറ്റാനുള്ള നിയമസഭയുടെ ബില്ല് ഇപ്പോൾ അയാളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ജനാധിപത്യപരമായി നിയമസഭയെയും മന്ത്രിസഭയെയും വളരെ അടിസ്ഥാനപരമായി നമ്മൾ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ തന്നെ അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതേ ക്വാളിറ്റിയും ക്യാരക്ടറും ഉള്ള ആളായിരിക്കണം. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് പോലും പലപ്പോഴും ഈ ഗവർണർ നടപടികൾ തള്ളി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പിന്നെ ഈ പെട്ടെന്നൊരു ഗവർണർ സ്നേഹം എന്നുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് തന്നെ ചോദിക്കേണ്ടത്. എന്താണ് അദ്ദേഹത്തിന് ന്യായം എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അല്ല, അത് കേവലം ഒരു സദസ്സിൻ്റെ സമ്മർദ്ദത്തിൽ രൂപപ്പെട്ടതാണോ അതോ അതിന് പ്രത്യേക രാഷ്ട്രീയമുണ്ടോ? താങ്കൾ നേരത്തെ പറഞ്ഞു VD സതീശൻ പല തവണ വിയോജിപ്പുകൾ അറിയിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അങ്ങനെ വിയോജിപ്പുകൾ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഫലത്തിൽ അങ്ങനെ വന്നിട്ടില്ല. പല വിഷയങ്ങളിലും എന്താണ് സർക്കാരും, അത് LDF എന്ന നിലയിലല്ല, സർക്കാരും പൊതുജനത്തിൻ്റെ താല്പര്യവും സംഘപരിവാർ താല്പര്യവും തമ്മിൽ ഗവർണറുടെ പക്ഷത്ത് നിന്ന് കൊമ്പ് കോർക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ഏത് പക്ഷത്താണ് VD സതീശൻ അടക്കം നിന്നതെന്നുള്ളത് താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഇല്ല, അതിലെനിക്ക് തർക്കമില്ല. കാരണം സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമേ അല്ല. സർക്കാരിനെ അവർക്ക് എതിർക്കാം, നിയമങ്ങളെ എതിർക്കാം, നയങ്ങളെ എതിർക്കാം, പോളിസികളെ എതിർക്കാം, നിയമനങ്ങളെ എതിർക്കാം. ഗവർണറുടെ ചെലവിലാകണമോ? അവിടെയല്ല പ്രശ്നം. അതായത് അതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതായത് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ പുറത്ത് ഒപ്പിടണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിൽ സർവകലാശാലകളുടെ കാര്യത്തിൽ ഒക്കെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിന്റെ ഒപ്പമായിരുന്നു. എന്ന് മാത്രമല്ല, നിരന്തരം കേരളത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഈ ചങ്ങാതി കാണിച്ചു വെച്ചു കൂട്ട് കോമാളിത്തരങ്ങൾ.
അപ്പൊ ഈ ഇത്തരം കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള വിവരക്കേടുകളും തോന്നിയാസങ്ങളും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗവർണറെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഏകദേശം അതേപോലെ തന്നെയുള്ള രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് മാത്രമേ പറ്റൂ. തിയറിറ്റിക്കലി ഒരു ഗവർണർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചും ഗവർണർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ട് നമ്മുടെ സംസ്ഥാന തലവനാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബഹുമാനം നമുക്ക് അദ്ദേഹത്തോടുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ ഇനി ഈ കഴിഞ്ഞ 5 കൊല്ലം ഇതിലേക്കൂടെ നടന്ന ഒരുമാതിരി പിന്നെ ഈ ചൈന കടയിൽ പിന്നെ കാള കയറി എന്ന് പറയുന്നത് പോലെ ഈ ഭരണഘടനാപരമായും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ മുഴുവൻ ഓർക്കുന്നുണ്ടോ? പിന്നെ കേരളത്തിലെ സർവകലാശാലകൾ നടത്തിയിട്ടുള്ള നിയമനങ്ങളെ കുറിച്ച് അന്വേഷിക്കുമെന്ന് അദ്ദേഹം ഡൽഹി പ്രഖ്യാപിച്ചു. പിന്നെ ആ പ്രഖ്യാപനത്തെ കുറിച്ച് കേട്ടില്ല. അദ്ദേഹത്തിന് നിയമപരമായ ഭരണഘടനാപരമായ അധികാരത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇപ്പൊ കേരളത്തിന്റെ ഗവർണറായിട്ടിരിക്കുന്നത്. അയാളെ വീണ്ടും ഇനി ഇവിടെ വേണമെന്ന് പറയണമെങ്കിൽ നിയമത്തെക്കുറിച്ചോ ഭരണഘടനയെക്കുറിച്ചോ ഒരു പുണ്ണാക്കോ അറിയില്ലാത്ത ആളുകൾക്ക് മാത്രമേ പറയാൻ പറ്റൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറയേണ്ട കാര്യമാണ്. തീർച്ചയായും ശ്രീ കെ ജെ ജേക്കബിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ തന്നെ അദ്ദേഹം അതിനുള്ള ഷാർപ്പായ നിരീക്ഷണം മുമ്പോട്ട് വെച്ചു. എന്താണ് തിരുവഞ്ചൂർ, ഏത് നിലപാടാണ് എടുത്തത്, എത്ര കണ്ട് അപഹാസ്യമാണ് കേരള സമൂഹത്തിന് മുന്നിൽ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വരച്ചിട്ടത്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. അതിനു മുമ്പ് തിരുവഞ്ചൂർ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. ശ്രീ രാജേന്ദ്രൻ പന്തളവും ശ്രീ എം ജയചന്ദ്രനും അടക്കമുള്ളവർ കേൾക്കട്ടെ, കാണട്ടെ തിരുവഞ്ചൂരിൻ്റെ ആ വാക്കുകൾ. അദ്ദേഹം ഈ 5 കൊല്ലക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നന്നായിട്ട് അറിയിച്ചു. അത് ഈ ശരി കാണുന്നവരുണ്ട്, തെറ്റ് കാണുന്നവരുണ്ട്. അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, രാഷ്ട്രപതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരള സമൂഹത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ഇടപെടൽ ചില സന്ദർഭങ്ങളിൽ വളരെ ഗുണകരമായിട്ടുണ്ട്. അതെല്ലാ സന്ദർഭത്തിലും എന്ന് ഞാൻ പറയുന്നുമില്ല. ജനങ്ങൾക്ക് എവിടെയാണ് നീട്ടിക്കിട്ടണമെന്ന ആഗ്രഹം? ജനങ്ങളുടെ ആ ആഗ്രഹത്തെ എന്ത് യുക്തിയുടെ ഭാഗമായാണ് തിരുവഞ്ചൂർ പ്രതിനിധീകരിച്ചത്? തീർച്ചയായും ഗവർണറെ ശ്ലാഘിക്കുന്ന തിരുവഞ്ചൂരിൻ്റെ രാഷ്ട്രീയ നിലപാട്, അതേ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നിലപാട് എന്ത്? കോൺഗ്രസ് നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. UDFിലെ ഘടകകക്ഷിയായ ലീഗ് അവരുടെ നിലപാട് KM ഷാജിയിലൂടെ പ്രതിഫലിച്ചു. അത് തിരുവഞ്ചൂരിൻ്റെ മാത്രം നിലപാടാണ് എന്ന്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം ഔദ്യോഗികമായി ഇതുവരെ ഇതേ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഞാൻ അതിഥികളിലേക്ക് എത്താം. അതിനു മുമ്പ് അദ്ദേഹം സൂര്യകാലടി മനയിലും ശേഷം പുറത്തും പറഞ്ഞ 2 വാക്കുകൾ കൂടി ഒരിക്കൽ കൂടി കേൾക്കാം. ഗവർണർക്ക് അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ. ഈ മനയിൽ വന്നു പോയി ഈ നല്ല അന്തരീക്ഷത്തിൽ നിന്ന്, ഇവിടുത്തെ നിരന്തരമായ അന്തരീക്ഷത്തിൽ നിന്ന് മടങ്ങിപ്പോയി വരാനും സ്വാഭാവികമായും ഒരു വിഷമത്തിനുണ്ടാവില്ല. അവർ ശ്രേയസ്സിലേക്ക് വരുള്ളൂ എന്നെനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് മുമ്പിൽ ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ നിൽക്കാനിടയാകും. തീർച്ചയായും ഇതാണ് കാലടി മനയിൽ വെച്ച് പറഞ്ഞത്. ആ സദസ്സിൻ്റെ സമ്മർദ്ദവും അല്ല പിന്നീട് അദ്ദേഹം പറഞ്ഞതിലെ വാക്കുകൾ ഉണ്ടായിരുന്നതെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബോധ്യപ്പെടുത്തി. അതുകൂടി നമുക്ക് കാണാം. തീർച്ചയായും നമ്മൾ നേരത്തെ ഗവർണറെ ശ്ലാഘിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഗവർണറെ വേദിയിലിരുത്തിക്കൊണ്ട് പറഞ്ഞത് നമ്മൾ കേട്ടു. ഇനി ഒരിക്കൽ കൂടി അതിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് അവരുടെ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് വരുന്നതിന് മുമ്പ് തിരുവഞ്ചൂരിൻ്റെ വാക്കുകൾ. അദ്ദേഹം ഈ 5 കൊല്ലക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നന്നായിട്ട് അറിയിച്ചു. അത് ഈ ശരി കാണുന്നവരുണ്ട്, തെറ്റ് കാണുന്നവരുണ്ട്. അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, രാഷ്ട്രപതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നീട്ടിക്കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കേരള സമൂഹത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നന്മയുണ്ടെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവർണറുടെ ഇടപെടൽ ചില സന്ദർഭങ്ങളിൽ വളരെ ഗുണകരമായിട്ടുണ്ട്. അതെല്ലാ സന്ദർഭത്തിലും എന്ന് ഞാൻ പറയുന്നുമില്ല. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിൻ്റെ ചെയ്തികളിൽ കോൺഗ്രസ് നേതാവിന് ദേശീയ നേതൃത്വത്തിന് വിരുദ്ധമായി നന്മ കാണണമെങ്കിൽ ആ നന്മ രാഷ്ട്രീയമാകണം. ആ രാഷ്ട്രീയം എന്നത് ഗവർണർ ആവർത്തിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയമാണ്. അത് കേരളത്തിലെ മാത്രമല്ല, BJP ഇതര സംസ്ഥാനങ്ങളിലെ ഒക്കെ ഗവർണർ അങ്ങനെയാണ്. അത് ആനന്ദ ബോസ് ആയാലും രവി ആയാലും ആരായാലും ആരിഫ് മുഹമ്മദ്, ഇതാണ് ദേശീയ കോൺഗ്രസിൻ്റെ നിലപാട്.
ഇതിന് വിരുദ്ധമായി എങ്ങനെയാണ് നന്മ അദ്ദേഹത്തിന് കാണാനാകുന്നതിൽ? എന്നോടാണോ? ആ എന്നോടാണ് ആ ചോദ്യം, എന്നോടാണോ? അതെ. ഓക്കെ. അതായത് അതിലെ അവസാന വാക്യം തന്നെ ശ്രദ്ധിക്കൂ. അവസാന വാക്യത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കാം. അതായത് പറയുന്നത് അതെപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്നു. അവിടെ രാഷ്ട്രീയമാണ്. അതായത് അതൊരു നമ്പറാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം, അതൊരു നമ്പറാണ്. വാനോളം പുകഴ്ത്തിയതിനു ശേഷം ചില വിയോജിപ്പുകളുണ്ട് എന്ന് അവസാനം ചേർത്തിട്ട് കാര്യമില്ലല്ലോ. വിയോജിപ്പുകൾ വിയോജിപ്പായും യോജിപ്പുകൾ യോജിപ്പായും ബൈഫർക്കേറ്റ് ചെയ്ത് പറയണ്ടേ? അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്. ജയചന്ദ്രൻ സാർ അതേ സംബന്ധിച്ച് പറഞ്ഞു, പുട്ടിന് പീര ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഗവർണറെ ഒന്ന് എതിർത്തുനിന്ന് വരുത്തും. പറയുന്നത് ഞാൻ വാദത്തിന് സമ്മതിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ? അദ്ദേഹത്തിൽ ഒരു നന്മയുണ്ട്. ഈ നന്മയുണ്ടോ എന്ന് പറഞ്ഞത് അദ്ദേഹം ഈ കേരള നിയമസഭ പാസാക്കിയ ബില്ലിന്മേൽ അടയിരിക്കണം ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിൽ എന്ന പോലെ എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത്. രാഷ്ട്രീയമായി എതിർത്തുകൊണ്ട് തന്നെ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ചിലപ്പോ അദ്ദേഹം ഈ ആ മനുഷ്യത്വവും ആ വ്യക്തിപരവുമാണോ ഗവർണറായി തുടരുന്നതിന്റെ പിന്നിലെ നിദാനമാകേണ്ടത്? അല്ലല്ല, വ്യക്തിപരമാകണമെങ്കിൽ ശ്രീ രാജേന്ദ്രൻ പന്തളം, വ്യക്തിപരമാകണമെങ്കിൽ ആ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ആയുസ് നേരാം. അത് വ്യക്തിപരമാണ്. അദ്ദേഹത്തിന് നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. അങ്ങനെ വ്യക്തിപരമല്ലല്ലോ ഇവിടെ. ഗവർണറായി തുടരുന്നത് ആ നന്മ വ്യക്തിപരമാണോ? അതിന് നിദാനമാകുന്ന നന്മ വ്യക്തിപരമാണോ? ഓക്കെ, ഗവർണറായി തുടരും, അതാണ് എതിർപ്പ് എങ്കിൽ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ് എന്ന് വെച്ചാൽ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനൊരു വാക്യം അവിടെ ഒരു ആത്മീയ സദസ്സിലും തുടർന്ന് പത്രക്കാരോടും പറഞ്ഞു എന്ന് കരുതി ഗവർണർ ആരാണെന്ന് തീരുമാനിക്കുന്നത് KC വേണുഗോപാലോ സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ അല്ല. വീണ്ടും തീരുമാനിക്കുക കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. രാഷ്ട്രപതി എന്ന് സാങ്കേതികമായി പറയുന്നുണ്ടെങ്കിലും അപ്പോ ഈ ഗവർണർ കുറച്ചുകൂടെ ഭേദമാണെന്ന് എനിക്ക് തോന്നുന്നു. CT രവിയെ പോലുള്ള ഒരു ഗവർണറെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്ന ഒരു കണക്കിന് ഒരു ഉർവശി ശാപ ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇതിലും കൂടുതൽ വില്ലന്മാരായിട്ടുള്ള ഗവർണർമാരുണ്ട് പല സംസ്ഥാനങ്ങളിലും. അപ്പൊ ഇദ്ദേഹം തുടരട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചാവാൻ പോലെ ഇനി വരുന്ന ഗവർണർ ഇതിൽ നല്ലതാവുന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? അതുകൊള്ള എനിക്ക് ശ്രീ ജയചന്ദ്രൻ സാറേ, എനിക്ക് ഈ രാജേന്ദ്രൻ പന്തളത്തിന്റെ ന്യായീകരണം കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മരിച്ചു കിടക്കുന്ന വീട്ടിലൊക്കെ നമ്മുടെ പഴയ ആൾക്കാർ എന്നിട്ട് പറയും ഇതിലും വലുതെന്തോ വരാനിരുന്നതാണെന്ന്. അങ്ങനെയുള്ള ഒരു ഘട്ടമാണ് ഗവർണർ പദവി ഇല്ലാതാവണം, അതാണ് വേണ്ടത്. ശ്രീ എം ജയചന്ദ്രൻ, ഫെഡറലിസത്തിന് ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ രാജേന്ദ്രൻ പന്തളം, ശ്രീ എം ജയചന്ദ്രൻ അതായത് മരണ വീട്ടിൽ പോയി മരിച്ചു കിടക്കുന്ന ആളിനെ നോക്കിയിട്ട് ഇതിനും വലുതെന്തോ വരാനിരിക്കുന്നതാണെന്ന് പറയുന്നത് പോലാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത് ഗവർണറെ. അല്ല, ഈ 2014 സെപ്റ്റംബർ 5-നാണ് പിന്നെ CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന പദവിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് P സദാശിവം കേരള ഗവർണറായി ചുമതലയേറ്റത്. അദ്ദേഹത്തിന് 5 വർഷ കാലാവധി 2019 സെപ്റ്റംബർ 5-ന് കഴിഞ്ഞ അന്ന് തന്നെയാണ് ഈ ഗവർണർ അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേക്കുന്നത്. ഈ 2014 മുതൽ 2019 വരെ കേരളത്തിൽ ഗവർണറായി ചുമതലകൾ നിർവഹിച്ച ജസ്റ്റിസ് സദാശിവവും ഇപ്പോഴത്തെ ഗവർണറായ കഴിഞ്ഞ 5 വർഷക്കാലമായി ഇരിക്കുന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലും താരതമ്യം ചെയ്തു. രണ്ടുപേരും വഹിച്ചത് ഒരേ പദവിയാണ്. രണ്ടുപേരും കേരള ഗവർണർമാരാണ്. എന്താണ് പിന്നെ ഈ അജഗജാന്തരം എന്നൊക്കെ പറയുന്നത് നമ്മൾ പദപ്രയോഗങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ അനുഭവത്തിൽ തന്നെ കാണുകയാണ് അജഗജാന്തരം എന്താണെന്നുള്ളത്. ആ പിന്നെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവം ഒരു അലോസരവും ഉണ്ടാക്കാതെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ നിർവഹിച്ചു തന്നെയാണ് 5 വർഷം പൂർത്തിയാക്കിയത്. ഇതെന്ന് പറയുന്നത് തുടക്കം മുതലേ 2019 സെപ്റ്റംബറിൽ വന്നു. 2019 ഡിസംബറിൽ തന്നെ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം വെടിപൊട്ടിച്ചു തുടങ്ങി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രശ്നത്തിൽ. അവിടെ തുടങ്ങി ഇതുവരെ എത്രയോ പ്രശ്നങ്ങൾ. അവിടെയാണ് കേരളത്തിൽ അദ്ദേഹം ചില നന്മകൾ ചെയ്തു എന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന പരസ്യമായി ഇന്നലെ പുകഴ്ത്തി, പരസ്യമായി ഇന്നും പുകഴ്ത്തി. ഇത് ശ്രീ പിന്നെ രാജേന്ദ്രൻ പന്തളം പറയുന്നത് സൂര്യകാലിയുടെ മനയിലെ ആത്മീയ ചടങ്ങാണ്. ആത്മീയ ചടങ്ങിൽ പുകഴ്ത്തിയാണെന്ന് നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ഗവർണർ എന്ന വ്യക്തിയെ പുകഴ്ത്തുമ്പോഴാണ് തർക്കം വരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ സർവമംഗളാശംസകളും നേർന്ന്
അദ്ദേഹത്തിന് എല്ലാ സൗഖ്യങ്ങളും ആശംസിച്ചാൽ നമുക്കാർക്കാ തർക്കം? പക്ഷേ ഇങ്ങനെയൊക്കെ കാലാവധി നാളെ കഴിയാൻ പോവാണ്. ഇനി 5 വർഷം കൂടി ഇദ്ദേഹം തന്നെ കേരളത്തിൽ തുടരട്ടെ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, കേരള ജനങ്ങളുടെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആത്മീയതയുടെ തലം വിട്ട് തികഞ്ഞ കക്ഷിരാഷ്ട്രീയപരമായ ഉത്തരവാദിത്തത്തിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, അതിനപ്പുറം കോൺഗ്രസിന്റെ BJP നിലപാടുകൾ കോൺഗ്രസ് എപ്പോഴും ചേർത്ത് പിടിക്കുന്നത് എത്രയോ ഘട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ആദ്യം പ്രശ്നം ഉന്നയിക്കുന്നത് BJP ആയിരിക്കും. അത് തന്നെ പ്രതിപക്ഷം ഉന്നയിക്കും. നമ്മൾ തുടർച്ചയായി കാണുന്നതാണ്. അത് തന്നെ നിയമസഭയിൽ എത്രയായിരുന്നു തർക്കം. ചില വിഷയങ്ങളിലൊക്കെ ഗത്യന്തരമില്ലാതെ, നിവൃത്തികളൊന്നും ഞാൻ പറയില്ല, ഗത്യന്തരമില്ലാതെ പ്രതിപക്ഷത്തിന് യോജിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ചാൻസലറെ മാറ്റുന്ന ബില്ല് സഭയിൽ ചർച്ച ചെയ്തപ്പോ ഞാൻ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരു വികാര വിക്ഷോഭം? അങ്ങേയറ്റത്തെ എന്താണ് ജനാധിപത്യ വിരുദ്ധതയാണ് സർക്കാർ കാണിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തു നിരവധി പേർ, ഈ തിരുവഞ്ചൂർ അടക്കം അന്ന് സംസാരിച്ചത് അങ്ങനെയായിരുന്നു. അപ്പൊ നിലപാടെന്താണെന്ന് വ്യക്തമായി. പക്ഷെ ആ കേസ് സുപ്രീം കോടതിയിലാണല്ലോ ഇപ്പൊ ഉള്ളത്. പിന്നെ 9 VC-മാരെ പിരിച്ചുവിട്ടു, സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. അതെല്ലാം ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞില്ലേ? അപ്പൊ അത്തരത്തിലുള്ള നടപടികളാണ് ഗവർണർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ കുട്ടികളെ തെരുവിലിറക്കിയതിന്റെ കാര്യവും അത് അദ്ദേഹം നേടാൻ തീരുമാനിച്ച കാര്യവും ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. വെറുതെ സമയാപകരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഈ BJP-യുടെ രാഷ്ട്രീയ നിലപാടുകളെ നിരന്തരം കൂടെ കൊണ്ടു നടക്കുകയും അതുതന്നെ പറയുകയും ചെയ്യുന്ന ആളാണ് ഈ ഗവർണർ. 2 ആഴ്ച മുമ്പാണല്ലോ, 2 ആഴ്ച മുമ്പാണോ 20-ാം തീയതി അടുപ്പിച്ചാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഡൽഹിയിൽ പോയി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കാണുകയുണ്ടായി. എന്ത് പറഞ്ഞോളൂ അവർക്കേ അറിയൂ. പക്ഷേ സാധാരണഗതിയിൽ നീട്ടിക്കൊടുക്കേണ്ടതാണ് കാലാവധി. പക്ഷെ ഗവർണർക്ക് 5 വർഷം എന്നൊരു നിയതമായ ഒരു കാലാവധി ഇല്ല. ഇനിയിപ്പോ ഇന്നത്തെ കൊണ്ട് കാലാവധി തീർന്നു. ഇനിയും അവിടുത്തെ ഗവർണറുടെ പോസ്റ്റിംഗ് വരുന്നതുവരെയോ ഇദ്ദേഹത്തിന് വീണ്ടും നിയമനം കൊടുക്കുന്നത് വരെയോ തുടരുക തന്നെ ചെയ്യാം ആ പദവി. ആ ഒരു സൗകര്യമുണ്ട്. അപ്പൊ ആഗ്രഹിക്കുന്നത് BJP-യുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കേരളത്തിൽ നിറവേറ്റാൻ ഉന്നത പദവിയിലിരുന്നുകൊണ്ട് ഏറ്റവും എളുപ്പം അവർക്ക് വേണ്ട കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്ന ആളാണ് ഗവർണർ എന്ന് പലവട്ടം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ഏകപക്ഷീയമായല്ല, സർക്കാരിനെ എതിർക്കുകയും സർക്കാരിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണ് ഗവർണറുടെ നിലപാട് എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. BJP-യുടെ നിലപാടും അതാണെന്ന്. അതിനെയാണ് തിരുവഞ്ചൂർ ശ്ലാഘിക്കുന്നത്. ഇത് ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞതുപോലെ ആത്മീയമാണ് കാര്യമെങ്കിൽ ഇന്നലത്തെ കൊണ്ടത് കഴിയണമായിരുന്നു. ഇന്നത് ആവർത്തിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ചിന്താഗതികളെയും വാക്കുകളെ അദ്ദേഹം വീണ്ടും പുനരാന്വയിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ താനതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല, ആ രാഷ്ട്രീയ വീക്ഷണം, ഗവർണറുടെ രാഷ്ട്രീയ വീക്ഷണം തന്നെ പങ്കുപറ്റിക്കൊണ്ട് കേരളത്തിൽ അദ്ദേഹം 5 വർഷം കൂടെ തുടരുന്നത് കേരളീയർക്ക് പലർക്കും ഇഷ്ടമാണ് എന്നുകൂടെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആധാരം? കേരളത്തിന് ഇദ്ദേഹം ഗവർണറായി ഇരുന്നതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് പ്രത്യേകമായ ഒരു പ്രയോജനമാണ് കിട്ടിയത് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. അത് ശ്രീ രാജേന്ദ്രൻ പന്തളം പറയും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായും അതിലേക്ക് ഞാൻ രാജേന്ദ്രൻ പന്തളത്തിലേക്ക് ചോദിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ശ്രീ ജയചന്ദ്രൻ, ഈ കോൺഗ്രസ് ഔദ്യോഗികമായി ഇത്രയേറെ ഗൗരവമായൊരു വിഷയം, അതായത് ദേശീയ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് വിരുദ്ധമായുള്ളൊരു നിലപാട് തിരുവഞ്ചൂരിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പറയുകയും ആവർത്തിക്കുകയും ചെയ്തിട്ട് പേരിന് പോലും അതിനെ എതിർത്തുകൊണ്ട് ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു എതിർക്കുറിപ്പോ ഇറക്കാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. പക്ഷേ ലീഗ് തയ്യാറായിട്ടുണ്ട്, അത് KM ഷാജി ആണെങ്കിൽ പോലും. അതെ, അത് കോൺഗ്രസിന്റെ നിലപാടായിട്ട് വരുന്നവർക്ക് വിരോധമില്ലെന്നല്ല, എതിർപ്പ് പോലും ഇല്ലെന്നുള്ളതല്ലേ എന്റെ സൂചന ജിംസാദെ. അത്തരത്തിൽ തിരുവഞ്ചൂർ പറഞ്ഞത് കോൺഗ്രസ് നിലപാടായിട്ട് മാധ്യമങ്ങൾ ചർച്ച ചെയ്യും എന്നറിയാത്തവരല്ല കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ ചർച്ച ചെയ്താലും തങ്ങൾക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല, ആ ചർച്ച അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നുള്ളതിന്റെ മൗനാനുവാദം തന്നെയാണ് അവർക്ക് പ്രതികരണം ഇല്ലാത്തത്. പക്ഷെ ലീഗ് അങ്ങനെയല്ല എന്ന് തെളിയിക്കുകയാണ് ഷാജിയുടെ ഇപ്പോഴെങ്കിലും വന്ന വിവേകമുള്ള പ്രസ്താവനയിലൂടെ അവർ ചെയ്യുന്നതും. ആ വിവേകം, രാഷ്ട്രീയ വിവേകം കോൺഗ്രസിന് ഇല്ലാത്തത് അത് അവരുടെ നിലപാട് ആയതുകൊണ്ട് തന്നെയാണ്. ആ മൗനാനുവാദമാണ് അവരെ നിഷേധം പറയാത്തതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശ്രീ രാജേന്ദ്രൻ പന്തളം, ശ്രീ ജയചന്ദ്രൻ ചോദിച്ച ചോദ്യം താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. എന്ത് ഗുണമാണ്
കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിന് അനുഗുണമാകുന്നത് ഗവർണർ ചെയ്തത്. സംഘപരിവാർ പക്ഷത്തിനല്ല, പൊതുജന സമക്ഷം. അത് UDF പരസ്യമായി ഉയർത്തുന്ന നിലപാടുകൾ, LDF പരസ്യമായി ഉയർത്തുന്ന നിലപാടുകൾ ഒക്കെ വിലയിരുത്തിക്കൊണ്ടാകണം. ശ്രീ M. ജയചന്ദ്രൻ ചോദിച്ചത് ഷാർപ്പായ ചോദ്യമാണ്. ജയചന്ദ്രൻ സാറ് പറഞ്ഞത് വളരെ പക്വതയാർന്ന ഒരു പക്വമതിയുടെ അഭിപ്രായങ്ങളാണ്. അതിൽ ഏറെക്കുറെ ഞാൻ ചോദിക്കുക. പക്ഷെ ഞാൻ ജയചന്ദ്രൻ സാറിനോട് ചോദിക്കുന്നത് അല്ലെ ചെയ്യാൻ അദ്ദേഹത്തിന് അധികാരങ്ങളില്ല എന്നുള്ളത് സമ്മതിക്കുന്നു. അദ്ദേഹം കുറെ ബില്ലുകൾ പൂഴ്ത്തിവെച്ചിരുന്നു. അത് സുപ്രീം കോടതിയുടെ വിധി വരുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ 14ഓളം ബില്ലുകൾ ഈ തിരുവഞ്ചൂർ ഉൾപ്പെടെ പാസ്സാക്കിയ അത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പലതിലും അദ്ദേഹം പിൽക്കാലം ഒപ്പിട്ടു. ചാൻസലർ പദവി മാറ്റുന്നതിനെ കുറിച്ചുള്ള ബില്ലിൽ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒന്നിൽ മാത്രം അദ്ദേഹം വൈസ് ചാൻസലറായിട്ട് ഇപ്പോഴും തുടരുന്നു. അതിൽ ചില രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ചാൻസലറായിട്ട് തുടരാൻ പാടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ്. അദ്ദേഹത്തിന് തുടരണമെന്നുള്ള ഒരു രാഷ്ട്രീയം തന്നെ. അതിന്റെ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതില് അടിസ്ഥാനപരമായി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഗവർണർ വരികയാണെന്ന് വെക്കുക. ആ ഗവർണർ ഇതേ നിലപാടല്ല എടുക്കുന്നതെന്ന് ഉറപ്പുണ്ടോ? കേന്ദ്രത്തിൽ ഭരണം അതാണ് സദാശിവത്തിന്റെ കാര്യം അതാണ് ജയചന്ദ്രൻ സാറ് പറഞ്ഞത്. അതായത് ഇവിടെ ആരാണ് കൂടുതൽ അടിക്കുന്നത്, ആരാണ് കൂടുതൽ അമിത്ഷയുടെയും മോദിയുടെയും ഗുഡ് ലിസ്റ്റിൽ വരുന്നത്, ഇങ്ങനെയൊക്കെ അന്ന് വാദങ്ങളുണ്ടായിരുന്നു. ആർക്കാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൂടുതൽ അർഹൻ? അപ്പോൾ അർഹത അമിത്ഷയുടെയും മോദിയുടെയും തൃപ്തിക്കനുസരിച്ചാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും മത്സരിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ അന്ന് പൊതുജന സമക്ഷം ചർച്ച ഉയർന്നിരുന്നു. അന്നത്തെ ഘട്ടത്തിൽ അന്ന് പുതിയ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇതൊക്കെ ഉണ്ട്. ഇവിടെയാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം സൂചിപ്പിച്ചത് വളരെ ശരിയാകുന്നത്. ഇതിന് മറുപടിയായി ശ്രീ ജയചന്ദ്രൻ മുൻകൂട്ടി പറഞ്ഞു. എന്താണ്? പി സദാശിവം മുമ്പ് ഗവർണറായിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഗവർണറായിരുന്നത്? എന്താണ് അദ്ദേഹം ചെയ്തത്? കാരണം അദ്ദേഹത്തിന് നിയമം അറിയാം. അപ്പോൾ അദ്ദേഹം ന്യായാധിപനായിരുന്നതിന്റെ ഡിഗ്നിറ്റി അദ്ദേഹം കീപ്പപ്പ് ചെയ്തു, പുലർത്തി. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന ആളല്ലേ, രാഷ്ട്രീയ പരിചയമുള്ള വ്യക്തിയല്ലേ. ആരാണ്? ഞാൻ പറയുന്നത് അജിംഷാദെ, ഇതിനിപ്പോ അടുത്ത ഒരു ഗവർണർ വരുന്നതല്ല ഇതിന്റെ പരിഹാരം. ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ഗവർണർ പദവി പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPI-യും CPM-ഉം ഒരുപോലെ എതിർത്തിരുന്നതാണ് ഈ ഗവർണർ പദവി എന്ന് പറയുന്നത്. ഗവർണറോറിയൽ പോസ്റ്റ് എന്ന് പറയുന്നത് ശക്തമായിട്ട് തത്വം. അങ്ങനെ ഒരു പോസ്റ്റ് ആവശ്യമില്ല. അവിടെ തന്നെയാണ് ഞാൻ അതെ, അത് വളരെ ശരിയായിട്ടുള്ള ഒരു നിലപാട്. ഗവർണർ എന്ന് പറയുന്ന ഈ ഗവൺമെന്റിന് ഭാരിച്ച ചെലവ് വരുന്ന ഇങ്ങനൊരു പദവിയും ആ രാജ്ഭവന്റെ സൗകര്യങ്ങൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും അത് ഫെഡറലിസത്തിന്റെ രീതിയിൽ തന്നെ പോവുകയും കേന്ദ്രത്തിന്റെ വിഷയങ്ങളിൽ കൈകടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭരണനീതിയാണ് നമുക്ക് ആവശ്യം. ആ ഒരു രീതിയിലേക്ക് അത് നമ്മുടെ നിർദ്ദേശമാണ്, അത് നമ്മുടെ ശുപാർശയാണ്. നിലനിൽക്കുന്ന വസ്തുതകളും യാഥാർത്ഥ്യങ്ങളുമാണല്ലോ ഇപ്പോൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ. അപ്പോ സ്വാഭാവികമായും നമുക്ക് അത്തരം രീതിയിൽ തന്നെ പോകാം. അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന വസ്തുതകൾ പ്രകാരം നിലനിൽക്കുന്ന ഗവർണർ എന്ന പദവിയെ അതിൻ്റെ ഭരണഘടനാ അന്തസ്സ് ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ട് പോകുന്നവരുണ്ട്. ഗവർണർമാർക്ക് സ്വാഭാവികമാണ്, കേന്ദ്രം നിയമിക്കുന്നത് കൊണ്ട് അവർക്ക് രാഷ്ട്രീയം കാണാം, അവരുടെ താല്പര്യം കാണാം. പക്ഷേ അത് ഗവർണറുടെ ഔദ്യോഗികമായ പദവിയും അദ്ദേഹത്തിൻ്റെ പ്ലഷർ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ, അതിൽ കലർത്താനും പാടില്ല ആ രാഷ്ട്രീയത്തെ. ഭരണഘടനാപരമായി മുമ്പോട്ട് വെക്കുന്ന ഗവർണർ എന്ന പദവിയുടെ അന്തസ്സിനെ, ഡിഗ്നിറ്റിയെ അവിടെ തുടരാൻ ബാധ്യസ്ഥരാണ് ഗവർണർമാർ. അത് ചെയ്യാത്ത ഗവർണർമാരെയാണ് എതിർക്കുന്നത്. അങ്ങനെയുള്ള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു എന്ന് ദേശീയ കോൺഗ്രസ് പറയുന്നു. LDF പറയുന്നത് വിടൂ, സർക്കാർ പറയുന്നത് വിടൂ, ദേശീയ കോൺഗ്രസ് പറയുന്നു. അപ്പോഴാണ് ആ കോൺഗ്രസിൻ്റെ കേരളത്തിലെ പ്രതിനിധി, കോട്ടയത്തെ പ്രതിനിധി പറയുന്നത്, മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുന്നത് ആ ഗവർണർ തുടരട്ടെ എന്ന്. എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? എന്താണത്? വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ വർക്കൗട്ട് ചെയ്ത രാഷ്ട്രീയമാണ് എന്ന് ആരെങ്കിലും ആരോപിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ? VN വാസവൻ പറഞ്ഞിട്ടുണ്ട്, BJPയോട് താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് തിരുവഞ്ചൂരിൻ്റെ പ്രതികരണമെന്ന്. അത് കേരളത്തിൻ്റെ ജനതയുടെ പ്രതികരണമല്ല എന്ന് VN വാസവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ചർച്ചയെ അങ്ങോട്ടേക്ക് കൂടി വിന്യസിപ്പിക്കേണ്ടതുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, തീർച്ചയായിട്ടും ഈ കാര്യത്തില് ഇപ്പൊ കോൺഗ്രസിന്റെ നിലപാടാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കേണ്ടതാണ്.
ഇപ്പൊ അത് പത്രക്കാർ തന്നെ തിരുവഞ്ചൂരിനോട് ചോദിച്ചതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. അവരുടെ നിലപാട് എന്താണെന്ന് അവർ തുറന്നു പറയണം. അതാണ് വേണ്ടത്. ഇനി അഥവാ സീനിയർ നേതാവ് ആയതുകൊണ്ടും അദ്ദേഹം പാർട്ടിയുടെ ഭാരവാഹി അല്ലാത്തതുകൊണ്ടും KM ഷാജി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞ് അവർക്ക് തള്ളാം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്താൻ പറയും. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ഞാനൊരു തിരുവഞ്ചൂരിനെ അനുകൂലിക്കുകയോ കോൺഗ്രസിനെ അനുകൂലിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പൊ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഗവർണറെ എതിർക്കുന്നതിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സംസ്ഥാനത്തിന് ഏതാണോ നല്ലത് ആ രീതിയിലേക്ക് പോകാൻ വേണ്ടി ഗവർണർ പദവി തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് നല്ലത്. ആ രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള വിശാലമായിട്ടുള്ള ഒരു സമവായം അല്ലെങ്കിൽ സമന്വയം, അതിലേക്കാണ് നമ്മൾ എനിക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അങ്ങനെ സമവായത്തിൻ്റെതല്ല ഇവിടെ രാഷ്ട്രീയം. അത് ഈ നന്മയും തിന്മയും തമ്മിൽ കൂട്ടിമുട്ടി പുതിയ ഒരു മെച്ചപ്പെട്ട നന്മ പോകുന്ന ആ പോരാട്ടത്തിൻ്റെ, ജനാധിപത്യ വിരുദ്ധമായതല്ല, ജനാധിപത്യ സംബന്ധിയായ പോരാട്ടത്തിലൂടെയാണ് അത് വേർതിരിയേണ്ടത്. അങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വേർതിരിഞ്ഞ് നിന്നാൽ മാത്രമേ അതിൻ്റെ അന്തസത്ത, ജനാധിപത്യത്തിൻ്റെ അന്തസത്ത പുഷ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രാഷ്ട്രീയത്തോട് സമവായത്തിൻ്റെ ഭാഗം ചേരുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയുള്ള സമവായത്തിൻ്റെ രാഷ്ട്രീയ വാതായനങ്ങളാണ് തിരുവഞ്ചൂർ തുറന്നത്. അതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ ശ്രീ രാജേന്ദ്രൻ പന്തളം സൂചിപ്പിച്ചു വെച്ചത് ഇതാണ്: നന്മകളെ പിന്തുണച്ചും വിയോജിപ്പുകൾ അറിയിച്ചും അങ്ങനെ ഒരു സമവായത്തിൻ്റെ രാഷ്ട്രീയമായി മുമ്പോട്ട് പോവുക എന്നതായിരിക്കാം ഒരുപക്ഷെ തിരുവഞ്ചൂർ ഉദ്ദേശിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ശരിയാണോ? ഒരു കോൺഗ്രസ് നേതാവിന്, പ്രതിപക്ഷത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിന്, ഒരു കേരളീയന് യോജിച്ചത് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ രാജ്യത്തിൻ്റെ? അത് അജിംഷാദെ, തിരുവഞ്ചൂരിന്റെ ഈ പ്രസ്താവന നിഷ്കളങ്കമാണെന്ന് ആരെങ്കിലും കരുതുമോ? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ അനുഭവ എന്തായിരിക്കും ആ കളങ്കത്തിന് പിന്നിൽ? എന്തായിരിക്കും ആ കളങ്കത്തിന് പിന്നിൽ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ? അല്ല, അത് അവർ ഈ പറയുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ കക്ഷിയും BJP എന്ന രാഷ്ട്രീയ കക്ഷിയും തമ്മിലുള്ള അന്തർധാര തന്നെയാണത്. കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അവരെപ്പോഴും CPM-നെ ചാരിയാണല്ലോ കുറ്റപ്പെടുത്താറുള്ളത്. CPM-ഉം BJP-യുമായിട്ടാണ് അന്തർധാര ഉള്ളത് എന്നുള്ളത്. പക്ഷേ എത്രയോ ഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നതാണ് നിരന്തരം ഇത്. അതിലൊന്നും ഈ പുറത്ത് പറയുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു നിന്ന് കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇപ്പൊ ഇത് സൂര്യകാലടി വനയിൽ പറയുന്ന ആത്മീയമാണെന്ന് വേണമെങ്കിൽ ഒരു ഭാഷ്യം ചമയ്ക്കാം. പക്ഷെ പിറ്റേന്ന് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ അത് പോയി, ആ ടോൺ പോയി, അത് തികച്ചും പൊളിറ്റിക്കൽ ടോണായി മാറുന്നുണ്ട്. അവിടെ പക്ഷെ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. താൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. താങ്കൾ മുമ്പേ ചോദിച്ചതുപോലെ കോൺഗ്രസ് നേതൃത്വത്തിന് അക്കാര്യത്തിൽ ഒരു നീരസം പോലും ഇല്ല. അതിനകത്തുള്ള പ്രതിഷേധം ഒരു നീരസം പോലും ഇല്ല. അപ്പൊ അതിന് മൗനാനുവാദം നൽകുന്നു. അതേസമയം ലീഗിന്റെ ഷാജി അത് തിരുവഞ്ചൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയുന്നു. തിരുവഞ്ചൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറയേണ്ടത് ലീഗ് നേതാവായ ഷാജിയല്ല. കോൺഗ്രസ് നേതാക്കളുണ്ട്, PCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവുണ്ട്, ബാക്കി ഭാരവാഹികളുണ്ട്, M ലിജുവിനെ പോലുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട്. അവരല്ലേ പറയേണ്ടത് അത് തിരുവഞ്ചൂരിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന്? അവർ മിണ്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂരിനെ തിരുത്താൻ അവർ മുതിരുന്നില്ല എന്നുള്ള അർത്ഥം എന്താണ്? ആ തിരുവഞ്ചൂർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണോ, അതിന്റെ ഉൾക്കൊള്ളുന്ന എന്താണോ അതിനെ കോൺഗ്രസ് അക്നോളജ് ചെയ്യുന്നു. കേരളത്തിലെ കോൺഗ്രസ് അക്നോളജ് ചെയ്യുന്നു. അതാണല്ലോ പച്ചയ്ക്കുള്ള അർത്ഥം. അതിന് വേറെ നമ്മളങ്ങ് പരിധി പോകേണ്ട, വ്യാഖ്യാനം ചമയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. സ്ട്രൈറ്റ് ആണ് മീനിങ് കിട്ടുന്നത്. അത് തന്നെയാണ് കാര്യം. അപ്പൊ അവര് ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് എന്നുള്ളത് കേരളീയരുടെ മുമ്പിൽ ഒന്നുകൂടെ സുവ്യക്തമായി കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. അത് എക്സ്പോസ് ചെയ്യാനുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം കൈരളി നിറവേറ്റുന്ന ഈ പോസിറ്റീവായിട്ടുള്ള മാധ്യമ ഉത്തരവാദിത്വം വേറെ ഏത് മാധ്യമം നിറവേറ്റാൻ മുമ്പോട്ട് വരും ധൈര്യത്തോടെ? അതാണ് അടുത്ത ചോദ്യം വരുന്നത്. ആ ചോദ്യം വരുമ്പോൾ വേറെ ഉണ്ടാവുകയില്ല. നാളെ പ്രിന്റ് മീഡിയ നോക്കിക്കോളൂ, തിരുവഞ്ചൂർ ഇങ്ങനെ പറഞ്ഞു എന്ന ഏതെങ്കിലും മൂലയ്ക്ക് ഒരു വാർത്ത കാണും, മുഖ്യധാര മാധ്യമങ്ങളിലടക്കം. അവിടെ കൊണ്ട് കഴിഞ്ഞു. ആരുടെ എതിർപ്പും ഉണ്ടാവില്ല.
ആ പ്രശ്നം അവിടെ തീർന്നു. അപ്പൊ അണ്ടർ കറന്റ് വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഏതാണ്ട് തീരുമാനമാകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? തിരുവഞ്ചൂരിന്റെ ഇന്നത്തെയും ഈ പ്രസ്താവനയോടുകൂടി ഏതാണ്ട് തീരുമാനമാകുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തെ ഈ കേരള ഗവർണറെ അഡ്വക്കേറ്റ് ആരിഫ് മുഹമ്മദ് ഖാനെ വീണ്ടും 5 വർഷം കൂടെ കേരള ഗവർണറായി നിയമിക്കാനായിട്ട് കേന്ദ്ര യൂണിയൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം തിരുവഞ്ചൂരിനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലായിരിക്കുന്നു. അല്ലെങ്കിൽ അതിന്റെ തീരുമാനം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തതയും അവർക്ക് വന്നിരിക്കുന്നു. അതിന്റെ പേരിലാണ് ആശംസകൾ എന്ന പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ. വീഡിയോ നോക്കിയാൽ ഒരു കാര്യം അറിയാം. ഗവർണർ സ്വന്തം കാര്യത്തെ കുറിച്ച് തിരുവഞ്ചൂരി പറഞ്ഞതായിട്ട് ഗവർണർ കൈയടിക്കുന്നത് ശ്രദ്ധിച്ചില്ല. സ്വന്തം കൈയടിക്കുന്നത് അധികാരത്തെ സംബന്ധിച്ചുള്ള മലയാളമൊക്കെ മനസ്സിലാകും അല്ലേ? അതെല്ലാം മനസ്സിലാവും, ബാക്കിയേ മനസ്സിലാവാത്തുള്ളൂ. അതാണല്ലോ കാര്യം. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഇവിടെ നമ്മൾ കാണേണ്ട ചില വസ്തുതകളുണ്ട്, തീ പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. ഏതാണ്ട് 3600 കോടിയിലധികം രൂപ ഈ സംസ്ഥാനത്തിന് ഡിസർവ് ചെയ്യുന്ന, അർഹിക്കുന്ന വിഹിതങ്ങൾ നൽകാതിരിക്കുന്ന കേന്ദ്രം ഇപ്പോൾ അരി ഓണത്തിന് മഹാബലിയുടെ വരവ് കാത്തിരിക്കുന്ന ജാതിഭേദമന്യേ മലയാളി മുഴുവനായി ആഘോഷിക്കുന്ന ഓണാഘോഷം, അങ്ങനെ ഒരാഘോഷമേ ഉള്ളൂ മലയാളിക്ക്, അത് ഓണമാണ്. ആ ഓണത്തിന് ഉള്ള അരി പോലും പുഴുത്തു നാറിയത്. 18 രൂപയുടെ അരി 31 രൂപയ്ക്ക് തരാൻ നോക്കുന്നു, അതും പുഴുത്തു നാറിയത്. ഇന്ന് ഇപ്പോൾ ഓണം ഫെയറുകളൊക്കെ ചെയ്ത് വിപണിയിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേന്ദ്രം അങ്ങനെ കേരളത്തെ അപമാനിക്കുന്നത്. ഓണക്കാലത്ത് പോലും, മുമ്പ് പ്രളയകാലത്തൊക്കെ ചെയ്ത സേവനങ്ങൾക്ക് പൈസയും ബില്ലും അടച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോഴും അത് തുടരുന്നു. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് ഗവർണർ എന്ന പദവിയെ ശ്ലാഘിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ തുടരണമെന്ന് തിരുവഞ്ചൂരിനെ പോലെ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത്. കേന്ദ്രത്തിൻ്റെ ഈ സമീപനങ്ങളോട് ഒരു ഇലയുടെ പോലും പ്രതിഷേധം മുമ്പോട്ട് വെക്കാതെ. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഗവർണർ പദവി ബന്ധമുള്ള കാര്യമല്ല, കേരളത്തിന് കിട്ടാനുണ്ടെങ്കിൽ അല്ല പങ്കുള്ളതിലെല്ലാം യോജിക്കും, പങ്കില്ലാത്തതിലൊന്നും യോജിക്കുന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഭരണകൂടത്തിന്റെ ചുമതലയാണ്. ഇനി ഞാൻ വേറൊന്നും കൂടി പറയാം. നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാർ പി ശശിയെ പാർട്ടി തരം താഴ്ത്തിയ അവസരത്തിൽ ശ്ലാഘിച്ചുകൊണ്ട് പാലക്കാട് സംസാരിച്ചില്ലേ? മന്ത്രിയാണ് അദ്ദേഹം, അങ്ങനെ സംസാരിച്ചില്ലേ? അപ്പൊ അതെന്താ ഗൗരവമായിട്ട് നിങ്ങൾ എടുക്കാത്തത്? അതുപോലെ തന്നെ PV അൻവർ അന്വേഷണം നടത്താമെന്ന് പറഞ്ഞിട്ടും പ്രത്യേകം പത്രസമ്മേളനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ MLA അല്ലേ? നിങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ച ആ MLA അല്ലേ? അപ്പൊ അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ടോ? ഗവർണർ പോലും നിങ്ങൾക്ക് അതിലും വലിയ ഭീഷണിയാണ്. ഞാൻ പറഞ്ഞുതരാം, അതിലൊന്നും മറച്ചു വെക്കാൻ ഒന്നുമില്ല. ഇന്ന് കോടതിയിൽ ഈ വിഷയം വന്നു. ഇന്ന് കോടതിയിൽ പൊതു താല്പര്യം, രാഷ്ട്രീയമൊക്കെ വിടൂ. അപ്പോൾ സർക്കാരും LDFും CPMും ഒക്കെ അവരുടെ സർക്കാരിനെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അതൊന്നും വേണ്ട. ഇന്ന് കോടതിയിൽ ഈ വിഷയം വന്നു, പൊതു താല്പര്യ ഹർജിയായി. എന്താണ് കോടതി നിശ്ചയിച്ചത്? പൊതു താല്പര്യ ഹർജി തള്ളി. ഈ പൊതു താല്പര്യക്കാരൻ്റെ താല്പര്യം അപക്വമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കാരണം എന്താ? ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണം അന്വേഷിക്കാൻ നിയമം നൽകുന്ന ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിലുള്ള അന്തസ്സുള്ള നിലപാട് സർക്കാർ നിയമപരമായി നടത്തി. അങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹം ഒരു കാര്യത്തോട് പ്രതികരിക്കേണ്ടത്. അതിൽ കോടതി തൃപ്തി പ്രകടിപ്പിക്കുന്നു. അതാണ് ആ ഹർജി തള്ളുന്നതിൻ്റെ ആവശ്യം. അതുകൊണ്ട് താങ്കൾ ഈ ഉന്നയിച്ച വാദം അടിമുടി റദ്ദാവുകയാണ്. അത് ചർച്ചയുടെ അവസാന ഘട്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെടുന്നത്. അത് യൂത്ത് കോൺഗ്രസ് അല്ലേ? അത് യൂത്ത് കോൺഗ്രസ് അല്ലേ? അതിന് മറുപടി PV അൻവറിൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കളൊന്ന് വായിച്ചാൽ മതി. തീർച്ചയായും എനിക്ക് ജയചന്ദ്രൻ സാറിലേക്ക് കൂടി ഒന്ന് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം അനുവദിക്കുന്നില്ല, ശബ്ദവും അതിന് തടസ്സം നിൽക്കുകയാണ്. എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഗവർണറെ ശ്ലാഘിക്കുന്ന നടപടിയുടെ രാഷ്ട്രീയമാണ് വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുക. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പോകുന്നു.